Let's see how a structure collapses in plastic theory. And what is collapse load? In plastic theory, a structure is said to have collapsed if the entire structure or part of the structure starts undergoing unlimited deformation. This happens when the number of independent static equilibrium equations available are more than the number of reaction components. സ്ട്രക്ചറിൽ അൺലിമിറ്റഡ് ഡിഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് സ്ട്രക്ചറിൽ കൊളാപ്സ് ഉണ്ടാവുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്ലാസ്റ്റിക് തിയറി ഇത് സംഭവിക്കുന്നത് റിയാക്ഷൻ കോമ്പണൻസിൻ്റെ എണ്ണം കുറയുമ്പോഴാണ്. അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെക്കാളും റിയാക്ഷൻ കോമ്പണൻസിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പ്ലാസ്റ്റിക് തിയറി പറയുന്നത്. The state at which this condition develops is said to be collapse mechanism, and the load carried at this state is called collapse load. ഇങ്ങനൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ, അതായത് നമ്പർ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെക്കാളും നമ്പർ ഓഫ് റിയാക്ഷൻ കോമ്പണൻസ് കൂടുന്ന സമയത്ത് അതിന് ഒരു കൊളാപ്സ് മെക്കാനിസം ഉണ്ടായി എന്നാണ് നമ്മൾ പറയാം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെക്കാളും ഒരു റിയാക്ഷൻ കോമ്പണന്റ് കൂടുമ്പോഴേക്കും ഒരു മെക്കാനിസം ഡെവലപ്പായി എന്നാണ് പറയുന്നത്. കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പായി എന്നാണ് പറയുന്നത്. ആൻഡ് ദ ലോഡ് ക്യാരീഡ് അറ്റ് ദിസ് സ്റ്റേറ്റ് ഇസ് കോൾഡ് കൊളാപ്സ് ലോഡ്. ഒബ്വിയസ്ലി അവിടെ ക്യാരി ചെയ്യുന്ന ലോഡിനെ നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കാരണമായിട്ടുള്ള ലോഡിനെ നമ്മൾ കൊളാപ്സ് ലോഡ് എന്ന് പറയും. Or collapse load is also called ultimate load carrying capacity. In plastic design, structures are permitted to carry only a fraction of collapse load called working loads. നമ്മൾ ഒരിക്കലും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അൾട്ടിമേറ്റ് ക്യാരിയിങ് കപ്പാസിറ്റീൻ്റെ അത്രയും കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലല്ല നമ്മൾ ഡിസൈൻ ചെയ്യുക. അത്രയും കപ്പാസിറ്റി ഇല്ല, അതിലും ഒരു കുറച്ച് പെർസെൻറ്റേജ് കുറവാണ് അൾട്ടിമേറ്റ് ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അത് ഇലാസ്റ്റിക് ഡിസൈനിൽ പോലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ കൊളാപ്സ് ലോഡ് ഇസ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻ ടു ദ വർക്കിംഗ് ലോഡ്. കൊളാപ്സ് ലോഡിനെ നമ്മൾ എപ്പോഴും വർക്കിംഗ് ലോഡിനെക്കാളും കൂടുതലായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ ലോഡ് ഫാക്ടറിൻ്റെ അത്രയും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കൊളാപ്സ് ലോഡ് കിട്ടേണ്ടത്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ഇലാസ്റ്റിക് ഡിസൈനിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ഡിസൈനിൽ ലോഡ് ഫാക്ടർ എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് ഇസ് എ ബേസിക് തിയറംസ് ഫോർ ഫൈൻഡിങ് കൊളാപ്സ് ലോഡ്സ്. So basically there are three theorems based on the plastic analysis method is developed, and those theorems are static theorem, kinematic theorem and uniqueness theorem. So the first one is the static theorem. It states for a given structure and loading, if there exists any distribution of bending moment throughout the structure which is both safe and statically admissible with a set of loads W, the value of W must be less than or equal to the collapse load WC. ഈ തിയറം പറയുന്നത് W എന്ന് പറയുന്ന സെറ്റ് ഓഫ് ലോഡ്സ് കൊണ്ട് സ്ട്രക്ചറിൽ സേഫ് ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് W മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ കൊളാപ്സ് ലോഡ്. അതായത് നമ്മുടെ കൊളാപ്സ് ലോഡിനേക്കാളും കുറവാണ് സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ സേഫ് ആണെന്ന് ചുരുക്കി പറയാം. The term statically admissible means bending moment diagram satisfy the static equilibrium conditions, and the term safe means at no point bending moment is more than the plastic moment capacity of the section. W എന്ന് പറയുന്ന സെറ്റ് ഓഫ് ലോഡ്സ് കൊണ്ട് സേഫും സ്റ്റാറ്റിക്കലി അഡ്മിസിബിളും ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെന്റ് ആണ് നമ്മുടെ സ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ദ ലോഡ് ആർ ലെസ് ദാൻ ദ കൊളാപ്സ് ലോഡ്. ദിസ് തിയറം ഇസ് called as lower bound theorem since the values of loads obtained are always less than or equal to the collapse load. Next is the kinematic theorem. This theorem states for a given structure subject to a set of loads W, the value of W found to be correspond to any assumed mechanism must be either greater or equal to the collapse load. നമ്മുടെ സ്റ്റാറ്റിക് തിയറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൈനമാറ്റിക് തിയറം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ലോഡ്സ് W എന്ന് പറയുന്നത് കൊളാപ്സ് ലോഡിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കും എന്നുള്ളതാണ്
കൈനമാറ്റിക് തിയറം പറയുന്നത്. അതായത് നമ്മുടെ സ്ട്രക്ചറിൽ ഒരു കൊളാപ്സ് മെക്കാനിസം ഡെവലപ്പ് ആവണമെങ്കിൽ ലോഡ്സിന്റെ വാല്യൂ ഷുഡ് ബി മോർ ദാൻ ദ കൊളാപ്സ് ലോഡ്. Since for any assumed mechanism the value of W obtained is greater than or equal to collapse load, this is called upper bound theorem. നമ്മൾ സ്റ്റാറ്റിക് തിയറത്തിന് ലോവർ ബൗണ്ട് തിയറം എന്നും കൈനമാറ്റിക് തിയറത്തിന് അപ്പർ ബൗണ്ട് തിയറം എന്നും പറയും. The third one is uniqueness theorem. The static and kinematic theorems can be combined to form a theorem which gives unique value for collapse load. This is actually a combination of both static and kinematic theorems. From static theorem, it is known that for any value of W greater than Wc, it is impossible to find any distribution of bending moment which will be both safe and statically admissible. Static theorത്തിൽ പറയുന്നത് സെറ്റ് ഓഫ് ലോഡ്സ് ഡബ്ല്യുവിൻ്റെ വാല്യൂ കൊളാപ്സ് ലോഡിനെക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഒരിക്കലും സേഫ് ആൻഡ് സ്റ്റാറ്റിക്കലി അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു ബെൻഡിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പോസിബിൾ അല്ല എന്നാണ്. From the kinematic theorem, it is known that it is impossible to find any mechanism for which the corresponding load is less than Wc. അതേസമയം കൈനമാറ്റിക് തിയറം പറയുന്നത് ഒരു കൊളാപ്സ് മെക്കാനിസം സ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് ലോഡ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ കൊളാപ്സ് ലോഡ്. Combining these, the following theorem is framed to get unique value of the load which will be equal to Wc. If for a given structure and loading at least one safe and statically admissible bending moment distribution can be found, and in this distribution the bending moment is equal to the fully plastic moment at enough cross sections to cause failure of the structure due to unlimited rotations at plastic hinges forming mechanism, the corresponding load will be equal to the collapse load. Basically, plastic hinges form ആയി കഴിയുമ്പോൾ അവിടെയുള്ള bending moment is equal to the plastic moment, and sufficient plastic hinges form ആയി കഴിഞ്ഞാൽ അതൊരു മെക്കാനിസം ആയി മാറും. അങ്ങനെയാണെങ്കിൽ corresponding load will be equal to the collapse load. So this is about the three basic theorems on which the plastic analysis is based.